മട്ടൺ കൊണ്ടുള്ള വിഭവങ്ങൾ ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല അല്ലേ? മട്ടൺ ബിരിയാണി, മട്ടൺ കറി, മട്ടൺ റോസ്റ്റ്, അങ്ങനെ നാവിൽ വെള്ളമൂർന്ന ഒത്തിരി വിഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നതും ഇങ്ങനെ ഒരു ഐറ്റമാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കേരള സ്റ്റൈലിലുള്ള ഒരു നാടൻ മട്ടൺ പെരളൻ, അല്ലെങ്കിൽ നമുക്ക് മട്ടൺ റോസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടണാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് 6-7 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മട്ടനാണിത്. ഇനി ഇത് നമുക്ക് മാരിനേഷൻ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അതിനായി 1 സവാള നീളത്തിൽ അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി തോലോടുകൂടി, 1 നുള്ളു പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 പിടി തേങ്ങ. തേങ്ങാക്കൊത്ത് ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മുടെ ഈ പെരളൻ്റെ ഏറ്റവും പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാക്കൊത്ത് എന്ന് പറയുന്നത്. ഇപ്പം ഇവയെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് തിരുമ്മി പിടിപ്പിക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ ഇതിങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ മാറിനേറ്റ് വെച്ച് ചെയ്ത് മട്ടൺ അരമണിക്കൂറിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം. ഞാനിവിടെ ചട്ടിയിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി അതിലേക്ക് വെച്ചു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 1 തുള്ളി വെള്ളം പോലും ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്കിത് മിക്സ് ചെയ്ത് കൂട്ടങ്ങോട്ട് വെച്ച് ചട്ടി അടുപ്പത്ത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ മട്ടണിലെ വെള്ളം തന്നെ ഇറങ്ങി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് തുറന്ന് നോക്കണം. അങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഇല്ല എങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിനത് വേകാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടല്ലോ, വെള്ളം ഒഴിക്കാതെ തന്നെ മട്ടണിൽ നിന്ന് ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യത്തിന് എനിക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ അത്രയും വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കുകയാണ്. ചട്ടിയിൽ വേവിക്കുമ്പം കുറേ അധികം സമയം വേണം കേട്ടോ. ഏകദേശം അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ സമയം നമുക്ക് വേണ്ടി വരും. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്കിത് കുക്കറിൽ ചെയ്യാം. കുക്കറിൽ ഓരോ മട്ടണിനും ഓരോ വേവായിരിക്കും. 3 or 4 അല്ലെങ്കിൽ ചിലപ്പോൾ 5 വിസിൽ വേണ്ടി വരും. അപ്പോൾ കുക്കറിൽ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്കിത് വെന്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചട്ടി നാടൻ വിഭവം ആയതുകൊണ്ട് എപ്പോഴും ചട്ടിയിൽ വെക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാനിവിടെ ചട്ടിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ റോസ്റ്റിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ പാരലലി തന്നെ നമുക്ക് ആ റോസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ചുവന്നുള്ളി. ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി 2ആയിട്ട് പിളർത്തിയെടുത്തതാണ് ചുവന്നുള്ളി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് 2ആയിട്ട് കീറിയത്. ഇത്രയുമാണ് നമുക്ക് റോസ് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി പൊടിയായിട്ട് നമുക്ക് ഒരു 50 ഗ്രാം മുളക് പൊടി, 50 ഗ്രാം മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല എന്നിവയാണ്. അപ്പോൾ ഇനി നമുക്കിത് വഴറ്റുന്നതിന് വേണ്ടി ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയെക്കാളും ചെറിയ ഉള്ളി വഴന്ന് വരാൻ കുറച്ചേറെ സമയമെടുക്കും. അപ്പം ഞാനിവിടെ ഇത് ചെറുതെന്നെടുക്കെ കീറിയിട്ടിട്ടുള്ളത് കൊണ്ടാണ് രണ്ടും കൂടി ഒന്നിച്ചിട്ടിരിക്കുന്നത്.
ഇത് നന്നായി വഴണ്ട് നല്ല മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീർത്തും ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നല്ല മുരിഞ്ഞ ഉള്ളിയിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതൊരു 4 മിനിറ്റ് റോസ്റ്റ് ആക്കട്ടെ. ആ സമയത്ത് നമ്മുടെ മട്ടൻ കറി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മട്ടൺ എൻ്റെ ഇവിടെ നിന്ന് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ഈ വെള്ളം ഇതിന് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും, മട്ടൺ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഈ മട്ടൺ സ്റ്റോക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ റോസ്റ്റായി വന്ന ഈ മസാലയിലേക്ക് നമുക്ക് ഈ സ്റ്റോക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു കുഴമ്പ് പരുവാക്കി എടുക്കണം. ഇനി സ്റ്റോക്ക് വാട്ടർ നിങ്ങൾക്ക് അധികം വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. അത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് പറ്റി അത് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. അതായത് ഈ മട്ടണിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായി പിടിക്കണം. അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നമ്മുടെ ചട്ടിയിലേക്ക് തന്നെ തിരിച്ച് മാറ്റുകയാണ്. അടച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം മതി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആകാൻ വേണ്ടി. നമ്മുടെ ചാറിൻ്റെ അളവ് പോലെ ഇരിക്കും അത് എടുക്കുന്ന സമയം. അപ്പോൾ എൻ്റെക്ക് ഇത്തിരി ഗ്രേവിയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടി എനിക്കൊരു 8-10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മട്ടൺ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ നാടൻ മട്ടൻ പെരളൻ അല്ലെങ്കിൽ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ബെറോട്ടയുടെ കൂടെയും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണിത്. മോര് കറിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക്